രാമു ചേട്ടൻ കർണാടകയിൽ നിന്ന് മുംബൈ സിറ്റിയിലേക്ക് ജോലി അന്വേഷിച്ചു വന്നു. പക്ഷെ അദ്ദേഹം പഠിക്കാത്ത കാരണം അദ്ദേഹത്തിന് ഒരു ജോലിയും ലഭിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമായി. ജോലി അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇത്ര വലിയ നഗരത്തിൽ വന്നത്. ഇവിടെ കുറെ വന്നിട്ട് ജോലി അന്വേഷിച്ചു. അവിടെയും എവിടെയും ജോലിക്ക് വേണ്ടി തേടി ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇത് നന്നായിട്ട് ഓർമ്മിച്ചു വെച്ചോ. അല്ല ചേട്ടാ, നിങ്ങളൊന്ന് സമാധാനിക്കുന്നേ. എന്തെങ്കിലും ഒരു ജോലി തീർച്ചയായിട്ടും കിട്ടും. എന്നെ പോലെ പഠിക്കാത്ത ആളിന് എവിടെയാ ജോലി കിട്ടുക? ഇവിടെ സിറ്റിയിൽ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ജോലിയുള്ളൂ. എന്നെ പോലെ പഠിക്കാത്ത ആൾക്കാരന് ജോലി കിട്ടുകയില്ലെന്ന് തോന്നുന്നു. എനിക്ക് വല്ലാതെ വിഷമമായിട്ടുണ്ട്. എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ വീണ്ടും ഗ്രാമത്തിലേക്ക് തന്നെ പോയേക്കാം. അങ്ങനെ ഒരു ജോലിയും കിട്ടിയില്ലെങ്കിലേ ചേട്ടാ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി തുടങ്ങാന്നേ. പക്ഷെ നമ്മൾ രണ്ടുപേരും എന്തുണ്ടാക്കാനാ? നമ്മളെടുത്ത് അത്രയും കയ്യില് കാശില്ലല്ലോ. നമ്മളെ കൊണ്ട് ഒരു കടയും തുറക്കാൻ പറ്റില്ല. അല്ലാതെ തന്നെ നിന്റെ സ്വർണങ്ങളൊക്കെ വിറ്റുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഒരു പക്ഷെ എന്റെ അച്ഛനോ ഇല്ല അച്ഛനോ സ്ഥലം എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. എന്റെ ദൈവമേ, എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു വണ്ടിക്കട ഇട്ട് ദോശ വ്യാപാരം ചെയ്യാന്ന് ചേട്ടാ. അതിന് നമുക്ക് ഒരുപാട് കാശൊന്നും വേണ്ടല്ലോ അല്ലേ? ആ, ഇപ്പൊ നീ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഈ ജോലിക്ക് കുറെ പണവും വേണ്ട, പിന്നെ പഠിച്ചിട്ടുള്ള കാര്യവും വേണ്ട. ശരി, ഇന്ന് തന്നെ തുടങ്ങിക്കാം. വേഗം തന്നെ ജോലി തുടങ്ങിയിട്ട് നമ്മുടെ വ്യാപാരം തന്നെ വലുതായിട്ട് കൊണ്ടുപോകണം. രാമു ചേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയും മാർക്കറ്റിന്റെ ഒരു കോണിലായി ഒരു വണ്ടിക്കട ഇട്ടു. ദോശ വിൽക്കാൻ തുടങ്ങി. വരൂ വരൂ, വന്ന് നല്ല മുറമുറ ദോശ കഴിച്ചിട്ട് പോകാം. സുനിതയുടെ ശബ്ദം കേട്ട് ചില കസ്റ്റമേഴ്സ് അവിടേക്ക് വന്നു. പിന്നെ ഒരു ദോശ ഇടാനായി പറഞ്ഞു. അല്ല അമ്മേ, നിങ്ങൾ പുതിയതായിട്ട് കട തുടങ്ങിയതാണോ? അതെ അതെ, ഇന്നാ ഇത് തുടങ്ങിയത്. ശരി, ഒരു ദോശയുടെ വില എന്താ? ഇന്നാ ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കില്ലെന്നേ. നിങ്ങൾ ആദ്യം ഈ ദോശ കഴിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെയാണെന്ന് മാത്രം പറയേ. രാമു ചേട്ടൻ കസ്റ്റമേഴ്സിന് ദോശ ചുട്ടു നൽകി. എല്ലാരും വളരെ ആശയോടെ കഴിച്ചു. അവർക്ക് ദോശ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ചുട്ടുതന്ന ഈ ദോശ വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ വലിയൊരു ഹോട്ടലിലെ ചെഫായിരിക്കണം. അയ്യോ, അത് തന്നെ. എനിക്ക് ഈ കട തന്നെ വലുതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ദോശ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും ഇവിടെ വന്ന് തന്നെ എന്റെ ദോശ കഴിച്ചോളൂ. നിങ്ങളും കഴിച്ചോളൂ, പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തോളൂ. ഞങ്ങൾ കടയിൽ ചുടുന്ന ദോശ ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചാൽ മതി. എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ഉണ്ടാവും. അതെ അതെ, ഞാൻ തീർച്ചയായും വരും ചേട്ടാ. കൂടെ എന്റെ കൂട്ടുകാരെ എല്ലാരെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അവരും ഈ സ്വാദുള്ള ദോശ കഴിച്ചു നോക്കുമല്ലോ. അടുത്ത ദിവസം മുതൽ രാമുചേട്ടന്റെ കടയിൽ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. രാമുചേട്ടൻ ചുട്ടു നൽകുന്ന ദോശ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ എല്ലാരും ഇവിടെ കഴിക്കുന്നത് മാത്രമല്ലാതെ വീട്ടിലേക്കും വാങ്ങിക്കൊണ്ടു പോകും. രാമുചേട്ടന്റെ വരുമാനം അധികരിച്ചു. നീ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ദോശ ചുടുന്നത് നന്നായി പോയി. ഇനി നമ്മൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകണ്ടെന്ന് തോന്നുന്നു. ഇല്ലേ, ഗ്രാമത്തിലേക്ക് പോയിട്ട് വീണ്ടും കൃഷി തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ എപ്പോഴാ നല്ല സമയം വരിക? അതെ അതെ, നമ്മൾ ഒരുപാട് സമ്പാദിച്ച് ചേർത്ത് വെച്ചിട്ടേ ഇതേ സ്ഥലത്തെ നമുക്ക് സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങിക്കാന്നേ. ആ മണ്ടന്റെ കയ്യിൽ അങ്ങനെ എന്ത് മായമന്ത്രം ഉള്ളതെന്ന് അറിയുന്നില്ല. നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ നമ്മുടെ ഹോട്ടൽ വിട്ടിട്ട് അവന്റെ കടയിൽ പോയിട്ടാണ് കഴിക്കുന്നത്. വേഗമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ആ മണ്ടൻ എന്റെ എല്ലാ കസ്റ്റമറും അവടുത്തേക്കും. മനസ്സിലായോ? ഹോട്ടൽ മുതലാളി രാമുചേട്ടന്റെ കട പൂട്ടാനായി പദ്ധതി ഒരുക്കി. മറ്റൊരു വശത്ത് രാമുചേട്ടന്റെ കടയിലെ കച്ചവടം അധികരിച്ചു. രാമുചേട്ടന്റെ കയ്യിലുണ്ടായിരുന്ന ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങളെല്ലാം തീർന്നുപോയി. അയ്യോനോട് ക്ഷമിക്കു ചേട്ടാ, ഇന്ന് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ദോശ തരാൻ പറ്റില്ല. കൊണ്ടുവന്ന മൊത്ത ദോശയും തീർന്നുപോയി. പക്ഷെ നാളെ തൊട്ട് ഞാൻ അധികം മാവ് കൊണ്ടുവന്നേക്കാം. എന്നാലേ സാധനങ്ങളൊക്കെ തീരാണ്ട് നിൽക്കുള്ളൂ. ഇന്ന് ആർക്കൊക്കെ ദോശ കിട്ടിയില്ലെങ്കിലോ നാളെ എല്ലാവർക്കും സാമ്പാർ ചട്നി എക്സ്ട്രാ ആയിട്ട് തന്നേക്കാം. ഇന്ന് ആരൊക്കെ കഴിക്കാണ്ട് പോയോ അവർക്കാണ് പറഞ്ഞത്. രാമുചേട്ടൻ അന്നുണ്ടാക്കിയ എല്ലാ കാശും എടുത്തുകൊണ്ട് തന്റെ ഭാര്യയോടൊപ്പം വീട്ടിലേക്ക് പോയി. നാളെ തൊട്ട് നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വല്ലാതെ കഷ്ടമാവും. പാവം ദോശ കഴിക്കാൻ വേണ്ടി വന്നു, മാവില്ലാത്തത് കൊണ്ട്. ഒരു പക്ഷെ ഇങ്ങനെ തന്നെ പോകുന്നവരുണ്ടായാൽ പിന്നെ കസ്റ്റമേഴ്സ് ആരും തിരിച്ചിങ്ങോട്ട് വരില്ല. അടുത്ത ദിവസം രാമുചേട്ടൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു. ദോശ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വരുമാനം കണ്ടിട്ട് അടുത്തുള്ള കടക്കാരന്മാരൊക്കെ അദ്ദേഹത്തിന്റെ കടയിൽ കുപ്പ കൊണ്ടിട്ടു. അവരുടെ കടയിലെ കച്ചവടം നിർത്താൻ നോക്കി. പക്ഷേ രാമുചേട്ടൻ എല്ലാം ശരിയാക്കി. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. രാമുചേട്ടന്റെ അടുപ്പ് അണഞ്ഞുപോയി. എന്താ ഇത്, മഴ വന്നിട്ട് ഇങ്ങനെ പ്രശ്നം തരുന്നുണ്ടല്ലോ. 2 പ്രാവശ്യമാണ് അടുപ്പ് കത്തിച്ചത്, 2 പ്രാവശ്യം അണഞ്ഞു പോയല്ലോ. ഇതെന്താ, ചെയ്ത സമയമാണോ? രാമുചേട്ടൻ വീണ്ടും ശ്രമിച്ചു. പക്ഷെ എന്നാലും ആ മഴയത്ത് അടുപ്പ് കത്തിയില്ല. അവർക്ക്
ആകെ വിഷമമായി. അതുകൊണ്ട് അവര് കട മൂടിയിട്ട് വേഗം വീട്ടിലേക്ക് വന്നു. ഇത് കണ്ട മറ്റുള്ള കടക്കാരന്മാർക്ക് ആകെ സന്തോഷമായി. എനിക്കെന്തോ നമ്മുടെ കട മൂടിപ്പോകുന്നാണ് തോന്നുന്നത്. ഇത്രയും മഴയിൽ നമ്മുടെ വിറകുകളൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. എപ്പോഴൊക്കെ അടുപ്പ് പത്ത് വെക്കുന്നോ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ കടയിൽ നമ്മളെ കൊണ്ട് ദോശ ഇടാൻ പറ്റിയില്ലെങ്കിലേ കുഴപ്പമില്ല, വിഷമിക്കണ്ടെന്നേ. നമുക്ക് വീട്ടിൽ തന്നെ ദോശ ഉണ്ടാക്കി കൊണ്ടുപോകാം. അടുത്ത ദിവസം മുതൽ രാമുചേട്ടൻ വീട്ടിൽ ദോശ ഉണ്ടാക്കി കൊണ്ടുപോയി. പക്ഷെ അത് പോകുന്ന വഴിയിൽ തണുത്തുപോയി. മഴ പെയ്തത് കാരണം അത് നനഞ്ഞും പോയി. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ദോശ ഇഷ്ടപ്പെട്ടില്ല. അവരൊക്കെ ദോശ കഴിക്കാതെ തിരിച്ചുപോയി. ഇത് ദോശയാണോ അല്ല പാനിപൂരിയാണോ? ദോശ വെള്ളത്തിൽ നനഞ്ഞിരിക്കുകയാണല്ലോ, എനിക്ക് ദോശ വേണ്ട. ഇങ്ങനെ കസ്റ്റമേഴ്സ് തിരിച്ചു പോകുന്നത് കണ്ട് രാമുചേട്ടൻ ആകെ വിഷമമായി. മഴ അധികരിച്ചത് കാരണം കടലിലെ വെള്ളം അധികരിച്ചു. ഒരുപാട് മീനുകൾ, ആമകൾ എല്ലാം മുകളിലേക്ക് വന്നു. അതിലൊരു വലിയ ആമ തലതിരിഞ്ഞു പോയി. അത് നേരെയാകാൻ ഒരുപാട് ശ്രമിച്ചു. രാമുചേട്ടൻ വെള്ളത്തെക്കുറിച്ച് ഓർമ്മിക്കാതെ വെള്ളത്തിലിറങ്ങി ആ ആമയെ തിരിച്ചു വിട്ടു. നീ കാണാൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണല്ലോ, എന്നെ കൊണ്ട് നിന്റെ വിഷമം മാറ്റാൻ പറ്റും. നിങ്ങളെ കൊണ്ട് ഈ പെയ്യുന്ന മഴ നിർത്താൻ പറ്റുമോ? ഇല്ല, മഴ പെയ്യുന്നത് എന്നെ കൊണ്ട് നിർത്താൻ സാധിക്കില്ല. പക്ഷെ എന്നെ കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു പൗഡർ നൽകാൻ പറ്റും. അത് നീ ദോശക്കുടയായി ഉപയോഗിച്ച് നിന്റെ കഷ്ടങ്ങളൊക്കെ മാറ്റിയെടുക്കാം. പക്ഷെ ദോശക്കോടയും മഴയിൽ നനഞ്ഞ് നാശമായി പോവല്ലോ. നിങ്ങൾ എന്നെ വെച്ച് കോമഡി ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആമ തന്റെ മാന്ത്രികത ഉപയോഗിച്ച് ഒരു ബാഗ് നിറയെ പൗഡർ അദ്ദേഹത്തിന് നൽകി. ഈതാ, സമുദ്രത്തിലെ ദൈവങ്ങൾ നൽകിയ ഒരു മാന്ത്രിക പൗഡർ. ഈ പൗഡർ ഉപയോഗിച്ച് എന്റെ ഈ കവചം എത്ര ബലമായിരിക്കുന്നുവോ അതുപോലെ നിന്റെ ദോശക്കൊടയും നല്ല സ്ട്രോങ്ങും സ്വീറ്റും ആയിരിക്കും. രാമുചേട്ടൻ ആമയുടെ കയ്യിൽ നിന്നും ആ പൗഡർ വാങ്ങി വീട്ടിൽ ചെന്ന് ദോശ ചുട്ട് അതിന്റെ മേലിൽ ആ പൗഡർ ഇട്ടു നോക്കി. അത് കാരണം ദോശ വളരെ സ്ട്രോങ് ആയി മാറി. സുനിത ആ ദോശ തച്ച് ഒരു കുടയാക്കി മാറ്റി. പിന്നീട് അതിൽ മര ഹാൻഡിൽ ഫിക്സ് ചെയ്തു. ഇപ്പൊ രാമുചേട്ടൻ ദോശക്കുട വെച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. വരൂ വരൂ വരൂ, ദോശയും കഴിച്ചോ, പിന്നെ കൊടയും ഗിഫ്റ്റ് ആയിട്ട് എടുത്തോളൂ. അല്ല ചേട്ടാ, ഇതെന്താ ഓഫറാ? ദയവായി എന്നോടൊന്ന് പറഞ്ഞേ. ചേച്ചി, അത് ഞാൻ പറഞ്ഞു തരാന്നേ. നിങ്ങൾ എന്റെ അടുത്ത് ദോശ കഴിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് ഞങ്ങളൊരു ദോശ കൂടെ നൽകും. പിന്നെ നിങ്ങൾ കാണുന്നില്ലേ മഴ എത്ര വേഗതയിലാ പെയ്യുന്നതെന്ന്. ദോശ കഴിച്ചിട്ട് നിങ്ങൾ നനഞ്ഞു നനഞ്ഞു വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം വരില്ലെന്നേ. എന്താ, ശരിയല്ലേ ചേച്ചി? കൊള്ളാമല്ലോ, ഇത് യഥാർത്ഥത്തിൽ നല്ല ഓഫറാണ്. ദോശ കഴിച്ചോളൂ, പിന്നെ നിങ്ങളെ മഴയിൽ നിന്നും രക്ഷിച്ചോളൂ. രാമുചേട്ടന്റെ ദോശ കഴിക്കൂ ഒരു കുട വാങ്ങിച്ചിട്ട് പോകുന്നുള്ള ഓഫർ കേട്ടിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് രാമുചേട്ടന്റെ കടയിലേക്ക് ദോശ കഴിക്കാനായി വന്നു. അതുകാരണം രാമുചേട്ടന്റെ കയ്യിൽ വളരെ പെട്ടെന്ന് ഒരുപാട് കാശ് വന്നു. കണ്ടില്ലേ നമ്മുടെ എത്ര വലിയ പ്രോബ്ലം പെട്ടെന്ന് ശരിയായെന്ന്. ഇപ്പൊ നമ്മുടെ കയ്യിൽ പണത്തിന് ഒരു കുറവും ഇല്ലെന്നേ. ആ, നമ്മുടെ പ്രോബ്ലം ഒക്കെ തീർന്നു പോയി. പക്ഷെ ഈ നഗരത്തിൽ ഇതുപോലെ കുറെ പാവങ്ങളുണ്ടല്ലോ. അവരുടെ അടുത്ത് ഒരു കുട വാങ്ങാൻ പോലും പൈസ ഉണ്ടാവില്ലല്ലോ. നമ്മൾ അവരെ സഹായിക്കാം. നമ്മളിത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വിശപ്പോടെ പോവുകയാണെങ്കിൽ നമുക്ക് അവര് വെറുതെ ഒരു ദോശ കൊടുത്തേക്കാം. ആരെയും വിശപ്പോടെ ഉറങ്ങാൻ വിടാൻ പാടില്ല. രാമുചേട്ടനും സുനിതയും ഒരുപാട് ദോശക്കുടകൾ ചെയ്തു. പട്ടണത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് അവരത് നൽകി. വളരെ പെട്ടെന്ന് തന്നെ പട്ടണത്തിൽ രാമുചേട്ടൻ ദോശക്കുടക്കാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ആനന്ദ്പുർ ഗ്രാമത്തിൽ നദിയുടെ നടുവിലായി ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനു പുറത്ത് വെങ്കട്ട് ഒരു ചെറിയ സ്റ്റാൾ വെച്ചിരുന്നു. ഈ സ്റ്റാളിൽ അദ്ദേഹം ഇഡ്ലി, വട, പിന്നെ ദോശ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാർ വെങ്കട്ടിന്റെ കടയിൽ നിന്നാണ് ആഹാരം കഴിക്കുക. ചേട്ടാ, ഒരു മസാല ദോശ തരൂ, പിന്നെ 2 പ്ലേറ്റ് സാമ്പാർ വടയും വേണം. നിങ്ങൾ ഇരിക്കും സാർ, ഇതിപ്പോ കൊണ്ടുവരാം. വെങ്കട്ടിന്റെ ഭാര്യ ദോശ ചെയ്ത് നൽകും. പിന്നെ വെങ്കട്ട് കസ്റ്റമേഴ്സിന് അത് കൊടുക്കും. വെങ്കട്ട് എല്ലാ കസ്റ്റമേഴ്സിനോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുക. ജനങ്ങൾക്ക് വെങ്കട്ടിന്റെ ദോശ സ്റ്റാളിൽ ദോശ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇവിടെ നോക്കൂ ചേട്ടാ, എനിക്കും 2 ദോശ തരൂ. തീർച്ചയായിട്ടും സുഹൃത്തെ, നിങ്ങൾ ഇരിക്കൂ, ഇതാ ഞാൻ തരാം, നല്ല ചൂടുള്ള ദോശ. വെങ്കട്ടും പൂജയും ചേർന്ന് ഒന്നിച്ചാണ് ജോലി ചെയ്യുക. അതുകൊണ്ട് അവരുടെ വ്യാപാരവും നന്നായിരുന്നു. രണ്ടുപേരും അവരുടെ വ്യാപാരത്തിൽ ഒരുപാട് സന്തോഷിച്ചു. മോനെ, ആ വരൂ വരൂ മുത്തശ്ശ, നിങ്ങൾ ഇരിക്കൂ, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം നിങ്ങൾക്ക്. വെങ്കട്ട് ദിവസവും ആ പാവപ്പെട്ട അപ്പൂപ്പന് ആഹാരം നൽകുമായിരുന്നു. പക്ഷെ ഇക്കാര്യം തന്റെ ഭാര്യ പൂജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇദ്ദേഹത്തിന് എന്തിനാ ദിവസവും ഇങ്ങനെ ആഹാരം കൊടുത്ത് പഠിപ്പിക്കുന്നത്? ഇദ്ദേഹം ദിവസവും ഫ്രീ ആയിട്ട് കഴിക്കാനായി എത്തുന്നു. പൂജ, വിശപ്പെന്ന് വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിൽ നമുക്ക് ഒരു തെറ്റില്ലല്ലോ. ശരി, എന്ന് വെച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് ആഹാരം കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോകുമോ? അദ്ദേഹം വേറെന്തെങ്കിലും വഴി കാണില്ലേ?
ആ ദൈവം നമ്മൾക്ക് കുറെ തന്നിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മൾ ഒരു തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമേ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യൂ. ഇങ്ങനെ ദാനവും ധർമ്മവും ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഭിക്ഷക്കാരൊക്കെ ഇവിടെ വന്ന് ലൈനായി നിൽക്കും. എന്നെ കൊണ്ട് പറ്റുന്നവരെ ഞാൻ ചെയ്തോളും. ബാക്കിയുള്ളത് ദൈവം നോയിക്കോളും. വെങ്കട്ട് ആ പാവപ്പെട്ട അപ്പൂപ്പന് 2 ഇഡ്ഡലിയും വടയും പിന്നെ കുറച്ച് ചട്നിയും വെച്ചു കൊടുത്തു. ആ ദൈവം നിനക്ക് നല്ലത് തന്നെ ചെയ്യട്ടെ മോനെ. ആ വയസ്സായ അപ്പൂപ്പൻ കഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് ആ ക്ഷേത്രത്തിലെ പൂജാരി വന്നത്. അദ്ദേഹത്തെ കാണാൻ നല്ല വണ്ണിച്ചായിരുന്നു. പൊക്കം കുറവും നല്ല വണ്ണമുള്ള ശരീരവും. ഓം ശക്തി ഹോം. ഓം ശക്തി പൂജാരി, വരൂ, വന്നിവിടെ ഇരിക്കൂ. പൂജ ആ പൂജാരിക്ക് വേണ്ടി ടേബിൾ ക്ലീൻ ചെയ്തു. പിന്നീട് അദ്ദേഹം അവിടെ ഇരുന്നു. നിങ്ങൾ എന്ത് കഴിക്കുന്നു പൂജാരി? 2 പ്ലേറ്റ് വട, 2 പ്ലേറ്റ് ദോശ, 2 പ്ലേറ്റ് ഇഡ്ലി. ഇന്ന് എനിക്ക് ഇത് മതി മോളെ. ദാ ഇപ്പൊ കൊണ്ടുവരാം. പൂജ പൂജാരിയെ സൽക്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ ഭർത്താവ് വെങ്കട്ട് പറഞ്ഞത്, ഞാൻ ആ പാവപ്പെട്ടവർ ആൾ കൊടുക്കാൻ കാരണം അദ്ദേഹം ഒരു പാവപ്പെട്ടവരാണ്. പക്ഷെ ഈ പൂജാരി നല്ല പൈസക്കാരനാണല്ലോ. ഇദ്ദേഹത്തിന് എന്തിനാ നീ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ബ്രാഹ്മിൺസിനെ നോക്കി അങ്ങനെ പറയാൻ പാടില്ല. ബ്രാഹ്മിൺസിന് ആഹാരം നൽകുന്നത് നല്ലതാണെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ദിവസവും ആഹാരം നൽകുന്നത് കൊണ്ട് നോക്കൂ, നമ്മുടെ തൊഴിൽ വളരെ നന്നായി നടക്കുന്നു. എല്ലാം അവരവരുടെ ഇഷ്ടം. നീ ആ ബ്രാഹ്മണ സേവ ചെയ്യൂ. ഞാൻ പോയി എന്റെ ദൈവത്തിനെ ദർശനം ചെയ്തിട്ട് വരട്ടെ. ശരി, പോകൂ. വെങ്കട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ചെന്നു. ദൈവത്തിന്റെ മുൻപിൽ കൈകൂപ്പി നിന്നു. ദൈവമേ, എപ്പോഴും നിങ്ങൾ എന്റെ കൂടി നിൽക്കണം. പിന്നെ എല്ലാവർക്കും നല്ലത് തന്നെ ചെയ്യണം. എന്റെ ഭാര്യ എന്താ വിചാരിക്കുന്ന വെച്ചാൽ, നിറഞ്ഞ വയറിനെ നിറയ്ക്കാൻ വെച്ചാൽ പുണ്യം ചേർക്കാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് തെറ്റാണെന്ന് എനിക്കറിയാം ദൈവമേ. പക്ഷെ നിങ്ങളുടെ കൃപ അവൾക്കും കിട്ടണം ദൈവമേ. വെങ്കട്ട് താൻ മാത്രമല്ല എല്ലാരും നന്നായിരിക്കണമെന്ന് കരുതുന്നു. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. തന്റെ ഭാര്യ അറിയാതെ അദ്ദേഹം പാവപ്പെട്ട ജനങ്ങൾക്ക് ആഹാരം നൽകുമായിരുന്നു. ആ ദൈവം നിന്നെ നന്നായിട്ട് വച്ചിരിക്കുമോനെ. വെങ്കട്ടിന് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം ഭാര്യ അറിയാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ പൂജ വളരെ സ്വാർത്ഥയാണ്. അവൾ ആലോചിക്കുന്നത് എന്തെന്നാൽ അവർക്ക് മാത്രം ദൈവം നല്ലത് ചെയ്യണമെന്ന്. പിന്നെ ഇക്കാര്യത്തിന് വേണ്ടിയാണ് അവൾ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കുന്നത്. എന്തായാലും ശരി, ഇക്കാര്യം തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ വെങ്കട്ടിന്റെയും പൂജയുടെയും ആ ദോശ സ്റ്റാൾ വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു. വെങ്കട്ട് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കും, പിന്നെ പൂജ ബ്രാഹ്മിൺസിനെ സൽക്കരിക്കും. ദിവസവും രാവിലെ ആദ്യത്തെ വള്ളത്തിൽ തന്നെ പൂജയും വെങ്കട്ടും ക്ഷേത്രത്തിലേക്ക് എത്തും. പിന്നീട് അവർ അവിടെ അവരുടെ വ്യാപാരം തുടങ്ങും. പിന്നെ രാവിലെ തന്നെ അവരുടെ കടയിലേക്ക് കസ്റ്റമേഴ്സും എത്തും. കുറച്ചു ദിവസത്തിനകം മഴക്കാലം എത്തി. വെങ്കട്ടും പൂജയും എന്നത്തെയും പോലെ വള്ളത്തിൽ വരികയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല മഴ ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് കുറവായിരിക്കും. അത് സത്യാണ്. പക്ഷെ വരുന്നവരെ നമ്മൾ പട്ടിണിക്കിടാൻ പാടില്ലല്ലോ. അത് പാവല്ലേ. ശരി, ക്ഷേത്രത്തിൽ ആരും വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ശരി. വെങ്കട്ടും പൂജയും നദി കടന്ന് ആ ക്ഷേത്രത്തിനടുത്തേക്ക് വന്നു ചേർന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ അവർ രണ്ടുപേരും അവരുടെ സ്റ്റാൾ തുടർന്നു. മഴ ഒരുപാട് പെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് കസ്റ്റമേഴ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം നമുക്ക്. അപ്പോഴാണ് 2-3 പേർ അവരുടെ കടയിലേക്ക് വന്നത്. വരൂ വരൂ ചേട്ടാ, ഇരിക്കൂ. ഞങ്ങൾക്ക് 3 പ്ലേറ്റ് ഇഡ്ലിയും പിന്നെ 2 പ്ലേറ്റ് വടയും വേണം. ശരി ചേട്ടാ, അത് ഇപ്പൊ തരാം. പൂജ ദോശയും വടയും തയ്യാർ ചെയ്തു. പിന്നെ വെങ്കട്ട് അത് കൊണ്ടുപോയി സെർവ് ചെയ്തു. കസ്റ്റമേഴ്സും അത് കഴിക്കാൻ തുടങ്ങി. അവരെല്ലാരും അത് കഴിച്ചു കഴിഞ്ഞു. എന്നാലും മഴ നിന്നതേയില്ല. ഇന്ന് ഈ മഴ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് ഈ മഴ കൊണ്ട് ഈ അമ്പലത്തിൽ ഭക്തர்கள் വന്നിട്ടില്ല. ആ കസ്റ്റമർ വെങ്കട്ടിന് കാശ് നൽകി. ഞങ്ങൾ കുറച്ചു നേരത്തേക്ക് ഇവിടെ തന്നെ നിന്നോളാം. മഴ പോയതിനു ശേഷം ഞങ്ങൾ പോയിക്കോളാം. കുഴപ്പമില്ല ചേട്ടാ. അവരവിടെ ഒരുപാട് സമയം കാത്തുനിന്നു. പക്ഷെ മഴ നിന്നതേയില്ല. പിന്നെ അവർ നനഞ്ഞുകൊണ്ട് നദിയുടെ അരികിലേക്ക് ചെന്നു. ആ നദിയിലെ വെള്ളച്ചാട്ടം കണ്ട് അവർ പേടിച്ചു പോയി. നദിയിൽ ഒരു വള്ളം പോലും ഇല്ലായിരുന്നു. പിന്നെ ആ നദിയിൽ വെള്ളത്തിന്റെ അളവ് കൂടിക്കൊണ്ടേ പോയി. അവരവിടെ നിന്നും വെങ്കട്ടിനരികിലേക്ക് ഓടി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് എല്ലാ കാര്യവും അവർ പറഞ്ഞു. ഈ വെള്ളം കൊണ്ട് നമ്മളെല്ലാവരും മുഴുങ്ങി പോകും തോന്നുന്നു. നമ്മൾ ആരും രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നു. അപ്പോഴാണ് അവരുടെ മുൻപിൽ ആ പാവപ്പെട്ട അപ്പൂപ്പൻ വന്നത്. രക്ഷിക്കാൻ മേലെ എത്തി നിൽക്കുമ്പോൾ ആരുടെ ജീവൻ എടുക്കാൻ പറ്റുന്ന പറയുന്നത്? ഇവിടെ എല്ലാവരുടെ ജീവിതവും ആപത്തിലാണുള്ളത്. ഇദ്ദേഹം ഇപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ.
അയ്യോ എന്റെ ദൈവമേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ കരയ്ക്ക് ഒന്ന് മാറ്റി തരണേ. ഞങ്ങൾ എല്ലാരും ഒന്ന് രക്ഷിക്കണം ദൈവമേ. വെങ്കട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ പാവപ്പെട്ട വയസ്സായ ആൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലേറ്റ് ദോശ കയ്യിലെടുത്തത്. ഞങ്ങൾ എല്ലാരും ഇവിടെ വലിയ ആപത്തിലാണ്, നിങ്ങൾക്ക് ദോശ വേണോ അല്ലേ? എല്ലാരും എന്റെ പുറകിലേക്ക് വരൂ. ആ അപ്പൂപ്പന്റെ പുറകെ എല്ലാരും നദിയുടെ അരികിലേക്ക് ചെന്നു. ആ അപ്പൂപ്പൻ ആ ദോശ പ്ലേറ്റ് താഴേക്ക് വെച്ചു. എന്നിട്ട് തന്റെ കണ്ണുകൾ മൂടി. പിന്നീട് മാന്ത്രികത കാരണം ആ ദോശയുടെ അളവ് വളരെ വലുതായി. ആ ദോശയുടെ അളവ് എത്ര വലുതെന്ന് വെച്ചാൽ ഒരു വലിയ തോണി പോലെയായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാരും ആശ്ചര്യത്തിലായി. ഇത് മായ നിറഞ്ഞ വലിയ ദോശപ്പടകാണ്. ഈ നദിയെ വളരെ എളുപ്പമായിട്ട് തന്നെ കടന്നു പോവാൻ പറ്റും. നിങ്ങൾ എല്ലാരും ഇതിൽ കേറിയിരുന്നോളൂ. എല്ലാരും ആ വെള്ളത്തിലേക്ക് കേറി. പക്ഷെ അപ്പൂപ്പൻ മാത്രം കേറിയില്ല. നിങ്ങളും വരും മുത്തശ്ശ. ഇല്ല മോനെ, എന്നെ രക്ഷിക്കാൻ മുകളിൽ ഒരുത്തനുണ്ട്, നിങ്ങൾ പോയിക്കോളൂ. ആ അപ്പൂപ്പൻ ആംഗ്യം കാണിച്ചതും തന്നെ ആ തോണി വെള്ളത്തിൽ മിതക്കാൻ തുടങ്ങി. ആ വെള്ളത്തിന് എത്ര ബലമുണ്ടായിട്ടും ആ ദോശ തോണിക്ക് ഒന്നും സംഭവിച്ചില്ല. അകത്തുണ്ടായിരുന്ന എല്ലാരും വളരെ സുരക്ഷിതമായിരുന്നു. അവരെല്ലാരും കരയിലേക്ക് ചെന്നെത്തി. എല്ലാരും ദൈവത്തോട് നന്ദി പറഞ്ഞു. അവരാ തോണിയിൽ നിന്നും ഇറങ്ങിയതും ആ തോണി വെള്ളത്തിനടിയിലേക്ക് മറഞ്ഞുപോയി. ഇന്ന് വെങ്കടിനോടൊപ്പം ചേർന്ന് എല്ലാരും ആ അതിശയം കണ്ടു. അതാണ് വലിയ ദോശ തോണിയുടെ അതിശയം. വെങ്കട് ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം അവർക്ക് ആ മഴയിൽ നിന്നും വിമോചനം ലഭിച്ചത്. അമ്മ എന്ന് പേരുള്ള അറിയപ്പെടുന്ന ദോശക്കാരി ഉണ്ടായിരുന്നു. അമ്മയുടെ കട ഗ്രാമത്തിന്റെ നടുക്ക് തന്നെ ഉണ്ടായിരുന്നു. വെളുപ്പാങ്കാലത്ത് സൂര്യൻ ഉദിക്കുമ്പോ അമ്മ അവരുടെ കട തുറക്കുമായിരുന്നു. ആൾക്കാർ അവിടെ കഴിക്കാൻ എപ്പോഴും തള്ളുകൂടി നിൽക്കുമായിരുന്നു. അമ്മച്ചി, നിങ്ങളുടെ ദോശ പോലെ വേറൊന്നും വരത്തില്ല. നിങ്ങൾ എങ്ങനെയാ ഇത്രയും രുചിയുള്ള ദോശ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. കഴിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ദോശയുടെ പ്രശംസ കേൾക്കുമ്പോഴെല്ലാം നാഗമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുമായിരുന്നു. അമ്മയുടെ അടുത്ത് കഴിക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാര് വെളുപ്പാങ്കാലത്ത് ദോശ കഴിക്കുന്ന ഇഷ്ടപ്പെടുമായിരുന്നു. അമ്മേ, ഒരു മൈസൂർ മസാല ദോശ ഇട്ട്. ഇരിക്കൂ, ഇപ്പൊ തരാം. അമ്മ അവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരെ നന്നായി അവിടെ ഇരുത്തുമായിരുന്നു. പിന്നെ അവരോടൊപ്പം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. സമയം പോകും തോറും അമ്മയുടെ കടയും വലുതായിക്കൊണ്ടിരുന്നു. ഇനി അമ്മ അവരുടെ സഹായത്തിന് വേണ്ടി വേറെ 2 സ്ത്രീകളെ കൂടി പണിക്ക് അവിടെ നിർത്തി. ഇപ്പൊ അമ്മ കടയിലിരുന്ന് കാശ് മാത്രം മേടിക്കുമായിരുന്നു. എന്നിട്ട് വരുന്ന ആൾക്കാരോട് സംസാരിക്കുമായിരുന്നു. അമ്മയുടെ കൂടെ സഹായത്തിന് നിന്ന് വീണ ഉണ്ടായിരുന്നു. വീണ എപ്പോഴും അമ്മയുടെ കയ്യിലുള്ള കാശിലായിരുന്നു ശ്രദ്ധ. ഇവിടെ നമ്മള് രണ്ടുപേരും എപ്പോഴും പരിശ്രമിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവിടെ അമ്മയെ നോക്കിക്കേ, അവിടെ ഇരുന്ന് കാശ് എണ്ണുവാ. എന്നിട്ട് നമുക്കെന്ത് കിട്ടുന്നു? നമുക്കിവിടെ ശമ്പളം കിട്ടുന്നില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാനാ? അവിടെ നോക്കിക്കേ, അമ്മയുടെ കയ്യിൽ എന്തുമാത്രം കാശാ ഉള്ളത്. അത് അവരുടെ പണമല്ലേ? ഒന്നുവരെങ്കിലും ഇത്രയും വർഷമായിട്ട് അവരെ പരിശ്രമിച്ചതല്ലേ? അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു കട നടത്തുന്നത്. അത് തന്നെയല്ലേ ഞാൻ ഇപ്പൊ നിന്നോട് പറയുന്നത്. നമുക്കും നമ്മുടേതായ ഒരു സ്വന്തം കടയൊക്കെ വേണ്ടേ? വേണ്ട, എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല. എനിക്ക് ഈ കിട്ടുന്ന ശമ്പളമൊക്കെ ധാരാളം. വീണ ഒരുപാട് പറഞ്ഞു മനസ്സിലാക്കിക്കാൻ നോക്കി. പക്ഷെ ലക്ഷ്മിയാണെങ്കിലോ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. വീണ ഒരുപാട് നാള് അവളുടെ കടയുണ്ടാക്കാനുള്ള സ്വപ്നം കണ്ടോണ്ടിരുന്നു. അവസാനം ഒരു ദിവസം വീണ അവളുടെ സ്വന്തമായ ദോശക്കട തുടങ്ങി. അമ്മയുടെ ദോശ 10 രൂപയാണെങ്കിൽ വീണ അവിടെ ദോശ 8 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. പതുക്കെ ആഹാരം കഴിക്കുന്ന ആൾക്കാരെ തള്ള് വീണയുടെ ദോശക്കടയുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ വീണ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ താമസിക്കാതെ അവളുടെ മനസ്സിൽ അഹങ്കാരം വന്നു. അമ്മ വളരെ പാവമായ ഒരു സ്ത്രീയായിരുന്നു. അവര് അവിടെ വരുന്ന ആൾക്കാരോട് മര്യാദയോട് കൂടിയായിരുന്നു സംസാരിച്ചത്. പക്ഷെ ഇപ്പോ വീണയ്ക്ക് അഹങ്കാരം ശരിക്കും കൂടി. ചേച്ചി, ഒരു മസാല ദോശ തന്നേ. അതെ, ഇപ്പൊ തരാം. പക്ഷെ ഒരു 10 മിനിറ്റ് നിക്കേണ്ടി വരും. ശരി ചേച്ചി. അവള് പലപ്പോഴും അവിടെ വരുന്ന ആൾക്കാരെ അവിടെ നിർത്തുമായിരുന്നു. ഇന്നാ നിന്റെ മസാല ദോശ. ചേച്ചി, കുറച്ച് ചമ്മന്തി ഇങ്ങ് തന്നേ. പച്ച ചട്നിയൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ഇനി എത്ര എണ്ണം? വീണ പലപ്പോഴും അവിടെ കഴിക്കാൻ വരുന്ന ആൾക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. കുറച്ചു നാളിന് ശേഷം
വീണയുടെ അഹങ്കാരം കൂടി വന്നു. അവളെ കൊണ്ട് എന്ത് ചെയ്യാനും കഴിയുമെന്ന് അവൾ അഹങ്കരിച്ചു. എന്തു ചെയ്താലും ആൾക്കാർ അവിടെ തന്നെ വരുമെന്ന് വിശ്വസിച്ചു. കാരണം എന്റെ വില ഇവിടെ കുറവാണല്ലോ, അതുകൊണ്ട് കഴിക്കാൻ വരുന്ന ആൾക്കാര് എന്റെ കടയിൽ മാത്രമേ വരൂ. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് 6 മണിക്ക് കട തുറന്ന് ഞാൻ ക്ഷീണിച്ചു പോയി. ഒരു പണി ചെയ്യാം, നാളെ തൊട്ട് രാവിലെ 7:30-ക്ക് തുറക്കാം. ആൾക്കാര് കുറച്ചു നേരം കാത്തിരുന്നു വെച്ച് കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറച്ചു നേരം അധികം ഉറങ്ങാമല്ലോ. ഇനി അടുത്ത രാവിലെ എല്ലാ ദിവസവും പോലെ അമ്മയുടെ കട തുറന്നു. പക്ഷേ വീണയുടെ കട ഇപ്പോഴും മൂടിയിട്ടുണ്ട്. ഇത് കണ്ട് കഴിക്കാൻ വന്ന ആൾക്കാര് അമ്മയുടെ കടയിലേക്ക് പോയി. കടയിൽ നിന്ന ആൾക്കൂട്ടം കണ്ട് അമ്മ അവരുടെ ബുദ്ധി ഉപയോഗിച്ചു. എന്നിട്ട് അവിടെ കിട്ടുന്ന ദോശയുടെ വില 8 രൂപയാക്കി മാറ്റി. രാവിലെ വീണ 7:30-ക്ക് കട തുറന്നു. എപ്പോഴും കഴിക്കാൻ വരുന്ന ആൾക്കാർ അവിടെ എത്തിയപ്പോ 2 കടയിലും ദോശയുടെ വില 8 രൂപയാണ് കണ്ടത്. അടാ, അമ്മച്ചി വിലയെല്ലാം കുറച്ചിരിക്കുന്നു. അമ്മയുടെ അടുത്ത് ദോശ കഴിച്ചിട്ട് ഒരുപാട് നാളായി. എന്നിട്ട് ദിവസം മുഴുവനും ആൾക്കാരുടെ തള്ള് അമ്മയുടെ കടയിൽ മാത്രമായിരുന്നു. ഇവിടെ വീണയുടെ കടയിലോ കൂടി വന്ന 1-2 ആള് വരും. വീണയുടെ മനസ്സിൽ അസൂയ തോന്നി. ആ കാരണം കൊണ്ട് മാത്രം അവള് ആൾക്കാരോട് വഴക്കിടാൻ തുടങ്ങി. നിന്റെ ദോശയൊന്നും എനിക്ക് വേണ്ട, നീ തന്നെ കഴിച്ചോ. അവിടെ നിന്ന ആൾക്കാര് അമ്മയുടെ കടയിലേക്ക് പോയി. ഇന്നമ്മ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഒരിക്കൽ കൂടി അവരുടെ വ്യവസായം വളരെ ഭംഗിയായിട്ട് നടന്നു. പക്ഷെ വീണ അസൂയ കാരണം അമ്മയെ ഒരുപാട് പ്രാഗി. കുട്ടികളെ, ഈ കഥയില് അമ്മ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ വീണയുടെ അഹങ്കാരം കൊണ്ട് മാത്രം അവള് നടത്തിയിരുന്ന വ്യവസായം തകർന്നു പോയി. വീണ ആദ്യം തന്നെ ആൾക്കാരുമായിട്ട് നന്നായി ഇടപെട്ട് അഹങ്കാരം ഇല്ലാതെ സംസാരിച്ചാൽ അവളുടെ വ്യവസായം ഇന്ന് നന്നായിട്ട് നടന്നുപോയേനെ. അതുകൊണ്ടാണ് പറയുന്നത്, അഹങ്കാരം മനുഷ്യനെ തകർക്കുക മാത്രമേ ചെയ്യൂ. നമ്മുടെ നാട്ടിൽ ഒരു ഗ്രാമത്തിൽ രാമാവും ഭർത്താവ് ചിന്നപ്പയും താമസിച്ചു വരികയായിരുന്നു. രണ്ടുപേരും ആ ഗ്രാമത്തിലെ ഒരു കൃഷിസ്ഥലത്ത് ജോലി ചെയ്ത് അവരുടെ കുടുംബം നയിച്ചു വരികയായിരുന്നു. രമയ്ക്കും ചിന്നപ്പനും ഒരു മകനും ഒരു മകളുമുണ്ടായിരുന്നു. അവര് രണ്ടുപേരും മക്കളെ വളർത്തി വലുതാക്കി വലിയ നിലയിൽ എത്തിക്കണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് ചിന്നപ്പയ്ക്ക് പെട്ടെന്ന് അസുഖം ബാധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ അസുഖം കൂടുതലായിക്കൊണ്ടിരുന്നു. അപ്പോൾ രമയായിരുന്നു കൃഷിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തവും ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു. അസുഖം ബാധിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അവസ്ഥ ഓരോ നിമിഷം കൂടുന്തോറും മോശമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചിന്നപ്പയെ കാണാനായി അദ്ദേഹത്തിന്റെ അനിയൻ മോഹൻ എത്തി. ചേട്ടാ, ചേട്ടന്റെ അവസ്ഥ വളരെ മോശമാണല്ലോ. നിങ്ങള് ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചിരുന്നോ? ഞങ്ങൾ കാണിച്ചു അനിയ, പക്ഷെ ഒരു പ്രയോജനവുമില്ല. ഞാൻ പോയി അമ്പലത്തിലെ ചേട്ടന് വേണ്ടി ഒരു പുഷ്പാഞ്ജലി നടത്താം. ചേട്ടന്റെ അസുഖം എല്ലാം മാറിക്കോളൂന്നേ. ശരി അനിയാ. ഏട്ടത്തി, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പൊ ഏട്ടത്തിയുടെ തലയിലാണല്ലേ, ശരിയല്ലേ? അതെ, എന്തായാലും ഈ കുടുംബത്തിന് മുമ്പിലോട്ട് നീക്കണ്ടേ? ഏട്ടത്തി, ഞാനൊരു ഇഡ്ഡലിക്കട തുടങ്ങാൻ വേണ്ടി പോവാ. ചേച്ചി എവിടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി വരുന്നോ? അതുകൊണ്ട് ചേച്ചിക്ക് ഒരുപാട് കാശ് കിട്ടുകയും ചെയ്യും. അതോടെ ചേച്ചിക്ക് കാശിനുള്ള ബുദ്ധിമുട്ട് മാറുകയും ചെയ്യും. എനിക്കതിന് കിട്ടുന്ന ലാഭം നമുക്ക് രണ്ടുപേർക്കും പപ്പാതി വെച്ചെടുക്കാം. അതെ, അങ്ങനെ തന്നെ ചെയ്യാം അനിയ. പിറ്റേ ദിവസം മുതൽ രമ മോഹന്റെ ഇഡ്ഡലിക്കടയിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടിലുള്ള എല്ലാവർക്കും രമയുടെ ഇഡ്ഡലി ഒരുപാട് ഇഷ്ടമായിരുന്നു. കുറച്ചു നാളുകൾക്കുള്ളിൽ രമയുടെ ഇഡ്ഡലി നാട്ടുകാർക്കിടയിൽ വളരെ പ്രശംസ പിടിച്ചുപറ്റി. കടയിലേക്ക് ദിവസേന ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി മാത്രം ആളുകൾ വന്നു തുടങ്ങി. രമയും മോഹനും ഒരുപാട് സന്തോഷിച്ചു. എന്താന്ന് വെച്ചാ രണ്ടുപേർക്കും ലാഭം കൂടിക്കൂടി വരികയാണല്ലോ. അങ്ങനെ കിട്ടിയ ലാഭം കൊണ്ട് രമ ചിന്നപ്പയെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ചു നാളുകൾക്കുള്ളിൽ ചിന്നപ്പ പഴയതുപോലെ തന്നെ നടക്കുവാൻ തുടങ്ങി. ഇങ്ങനെ 2 മാസം അങ്ങ് പോയി. രമയുടെയും മോഹന്റെയും കടയിലേക്ക് ജനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് രമയ്ക്കൊരു ചിന്ത വന്നത്. ഇവിടെ ഇത്രയും ആൾക്കാര് ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി കഴിക്കാനാ വരുന്നേ. അങ്ങനാണെങ്കിൽ എനിക്കും നല്ല ലാഭം വരണ്ടേ?
മോഹൻ സാധനങ്ങൾ മാത്രം മേടിച്ചോണ്ട് വരുന്നു. വരുന്ന എല്ലാവർക്കും ഇഡ്ഡലി പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ലാഭം അത്രയും അവന് വരാൻ പാടില്ലല്ലോ. അന്ന് വൈകുന്നേരം രണ്ടുപേരും ലാഭം പങ്കിടുമ്പോൾ അപ്പോൾ അല്ല അനിയ, ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ അല്ലേ? ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലി അത്രയ്ക്ക് നല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ലാഭം ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് സത്യം തന്നെ ഏടത്തി. ഏടത്തി ഉണ്ടാക്കുന്ന ഇഡലിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നേ. അങ്ങനെ നോക്കിയാ നിങ്ങളെക്കാൾ കൂടുതൽ ലാഭം എനിക്കല്ലേ കിട്ടേണ്ടത്? പക്ഷേ ഏടത്തി, ഇത് ഭയങ്കര തെറ്റാണ്. ഞാനും ദിവസം തോറും കഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നേ. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലാഭം നമുക്ക് രണ്ടുപേർക്കും തുല്യമായിരിക്കണം. ഇല്ല അനിയ, നിങ്ങൾ തെറ്റായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനാണെങ്കിൽ നാളെ തൊട്ട് വേറെ ആരെങ്കിലും വന്ന് ഇവിടെ ഇഡ്ഡലി ഉണ്ടാക്കട്ടെ. രമ മോഹനോട് വഴക്കുണ്ടാക്കി തന്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. രണ്ടാമത്തെ ദിവസം ആ ഗ്രാമത്തിൽ 2 ഇഡ്ഡലിക്കടകൾ വന്നു. അതിലൊന്ന് രമയുടെ കടയും അതിലൊന്ന് രമയുടെ കടയാണ്. അവിടെ രമയാണ് ഇഡലികൾ ഉണ്ടാക്കിയിരുന്നത്. അവള് തന്നെയാണ് വിൽക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന് മോഹന്റെ കട. ഇപ്പോ അവിടെ വേറൊരു സ്ത്രീയാണ് ഇഡലികൾ ഉണ്ടാക്കിയിരുന്നത്. രമയുടെ പുതിയ കട കണ്ട് ജനങ്ങളെല്ലാം രമയുടെ കടയിലേക്ക് ചെല്ലാൻ തുടങ്ങി. പക്ഷേ രമ ഒറ്റയ്ക്കായതുകൊണ്ട് ഇത്രയും പേരെ അവൾക്കൊറ്റയ്ക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവള് തളർന്നുപോയി. അപ്പോ ഗ്രാമത്തിലുള്ളവരെല്ലാം മോഹന്റെ കടയിലേക്ക് പോയി. എന്താന്ന് വെച്ചാൽ മോഹൻ എപ്പോഴത്തെയും പോലെ തന്നെ വരുന്നവർക്കെല്ലാം വളരെ ഭംഗിയായി തന്നെ ഇഡലി കൊടുത്തു. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. രമ നോക്കുമ്പോ ജനങ്ങളെല്ലാവരും മോഹന്റെ കടയിൽ പോയാണ് ഇഡലി കഴിക്കുന്നത്. അപ്പോൾ രമ ഏകാന്തയായിരുന്ന് അയ്യോ, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഞാൻ വിചാരിച്ചത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആളായിരിക്കും വലിയതെന്ന്. പക്ഷേ അങ്ങനല്ല. മോഹൻ വരുന്ന ആൾക്കാരോടെല്ലാം നല്ലോണം സംസാരിക്കുന്നു. ഞാൻ മോഹന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഒരുപാട് കാശുണ്ടാക്കിയേനെ. ഞാൻ ഉണ്ടാക്കിയ ഈ ഇഡ്ഡലിയെ ആരും തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. രമയ്ക്ക് അവൾ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയിൽ ഭയങ്കര അഹങ്കാരമായിരുന്നു. പക്ഷെ അതിപ്പോൾ മാറി. ഇതിനാണ് പറയുന്നത്, അഹങ്കാരം എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. അതെപ്പോൾ വേണമെങ്കിലും തകരാവുന്നതാണ്.